ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് കുഴൽമന്നം കാലിച്ചന്ത ഒരു പോത്തുകുഞ്ഞിനെ മേടിക്കാനായിട്ട്. എങ്ങനെയുണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ വീട്ടിലുള്ള പോത്തിനെ കൊടുത്തിട്ട് വേറെ മേടിക്കാന്ന് പറഞ്ഞിട്ട് കുഴൽമന്നം ചന്തക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഇനി അവിടെ എന്താ അവസ്ഥ എന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. റേറ്റ് ഒക്കെ കൂടുതലാണെന്നാണ് പറയുന്നത് കേട്ടത്. പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ആ വിറ്റ കാശുമായിട്ട് പോത്ത് മേടിക്കാൻ വരുന്നതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും എന്നാണ് പറയാ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്, എന്താണ് പോത്തുകുഞ്ഞിന്റെ വില എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, നമ്മളിതില് പോത്തിന്റെ ഭാഗത്ത് മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും നമ്മൾ കയറുന്നില്ല. മഴ കാരണം അവിടെ പോയാലും ഒന്നും കാണാനൊന്നും പറ്റില്ല. അത് കാരണം ചളി ഓവറാണ്. അത് കാരണം നമ്മൾ ആ ഭാഗത്തൊന്നും കയറുന്നില്ല. നമ്മള് പോത്തിന്റെ ആ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. മഴ പോയിട്ട് വിശാലമായിട്ട് അതിന്റെ ഡീറ്റെയിലോടെ ഒരു വീഡിയോ ചെയ്യാം. ഈ പോത്ത് കൊടുക്കില്ല ലാസ്റ്റ് ഗേറ്റ് ബാക്കില്. അപ്പൊ ഞങ്ങള് ഇന്ന് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ, അപ്പൊ രണ്ടുപേരും കൂടെ അഡീഷണൽ കൂട്ടിയിട്ടുണ്ട്. ബോഡി ഗാർഡായിട്ട് രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരാളെ ഒരാളെ അവിടെ പുറകിലിരിക്കുന്നുണ്ട്. അപ്പോ ഭയങ്കര വില. അപ്പൊ ഓരോന്നിനും 4,000-5,000 രൂപയുടെ മാറ്റം. അപ്പൊ നമ്മള് അടുത്ത പ്രാവശ്യം മേടിക്കാന്ന് വെച്ചു. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വിശാലമായിട്ട് പശുക്കിടാങ്ങളും പശു, പോത്ത്, അങ്ങനെ എല്ലാം കൂടെ മൊത്തമായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ട് ഒന്നും മേടിച്ചില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫുൾ ഡീറ്റെയിലോടെ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ചന്ത ശനിയാഴ്ചയാണ് ഇവിടെ ചന്തയുള്ളത്. ശനിയാഴ്ച 5 മണി ആ സമയം, 5 മണി 4 മണി 4, 5 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടാവും. ഇപ്പൊ റേറ്റ് പെരുന്നാൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളതിനൊക്കെ വില കുറവായിരിക്കും. പോത്തിന് നല്ല വിലയായിരിക്കും. പോത്ത് എല്ലാവരും വിറ്റിട്ട് ആ കാശും കൊണ്ട് മേടിക്കാൻ പറ്റുന്ന, ഒരു കയ്യിൽ വെച്ച ചെലവാന്ന് പറഞ്ഞിട്ടൊക്കെ മേടിക്കാൻ പറ്റുന്ന ആളുകളാണ് കൂടുതൽ. നല്ല റേറ്റാ പറയാം. ഓ, ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഇഷ്ടം പോലെ ആളുകൾ. നമ്മ പരിചയപ്പെട്ട ബാബുവേട്ടൻ എന്ന് പറയും. പുള്ളി കച്ചവടക്കാരൻ തന്നെ, വാങ്ങിച്ച് മറിച്ച് വെക്കുകയും ചെയ്യും. പുള്ളിക്ക് ഷോപ്പുണ്ട്, 3-4 ഷോപ്പ്, 60 ഷോപ്പ് ഉണ്ട്. പുള്ളി അതില് ആഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അവിടെ ചെന്നാൽ തന്നെ ഒരുപാട് ആളുകൾ, ബ്രോക്കറായിട്ട് നിറയെ ആൾക്കാർ എന്താ മേടിക്കേണ്ടത് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ കൂടെ നിറയെ വരും. പക്ഷെ ഇയാള് കുഴപ്പമില്ല. പരിചയക്കാരാണ്, നമുക്ക് പറ്റിയ ആളാണെങ്കിൽ ആള് തന്നെ പറയും, വേണ്ടെങ്കിൽ വേണ്ട. ആരും എങ്ങനെയും നമ്മുടെ തലയിൽ വെച്ച് കെട്ടുന്ന ആൾക്കാർ. പക്ഷെ ഇയാള് വേണ്ടത് വില കൂടുതലാണ് പറഞ്ഞു. അയാൾ അങ്ങനത്തെ ആളാണ്. നമുക്ക് പരിചയമുണ്ട്. വെറുതെ കാശ് കൊടുത്തിട്ട് ഏതെങ്കിലും മേടിച്ചു തരികയെ അല്ലെങ്കിൽ നീ മേടിച്ചിട്ട് പോകുന്നൊന്നും പറയില്ല. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരുപാട് ബ്രോക്കർമാരുണ്ട്. അവരൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാല് ഉറപ്പായിട്ടും മേടിപ്പിച്ചു തരും. പോയി കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടും. അതായത് അവിടുന്ന് ഒരു 1,000 രൂപ, ഇവിടുന്ന് 1,000-2,000 വെച്ചിട്ടൊക്കെ മേടിക്കും. അപ്പൊ അങ്ങനെ കമ്മീഷന് വേണ്ടിയിട്ട് അവര്
ഏതെങ്കിലും സാധനം കൊണ്ടുപോകാനായിട്ട് പറയും. നല്ലതാണ് പുള്ളി പറഞ്ഞത് വില കൂടുതലാണ്, പിന്നെ ക്വാളിറ്റി ഉള്ളതിന് ഒരുപാട് അത്രയ്ക്കുള്ള സാധനമില്ല, കുട്ടികൾ അത്രയ്ക്കുള്ള വലുപ്പവും ആ വില പറയുന്നതിനുള്ള ക്വാളിറ്റി ഇല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആള് കൂടുതലൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ കറങ്ങി നോക്കി, വില ചോദിച്ചു, വില കൂടുതലാണ്, അപ്പൊ നമുക്ക് വില കുറവാകുമ്പോൾ മേടിച്ചാൽ മതി, വേറെ ചന്തയിൽ നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞതിന്റെ പേരിൽ നമ്മള് തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് തന്നെ. അപ്പൊ നമ്മൾ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.